ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയറിലെ ആന്റി ഓക്സിഡന്റുകളെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആന്റി ഓക്സിഡന്റുകളെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഓക്സിഡേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഓക്സിഡേഷൻ. നമ്മുടെ അയൺ ഓക്സിഡൈസ് ആകുമ്പോഴാണ് നമ്മൾക്ക് തുരുമ്പായിട്ട് മാറുന്നത്. ഈ ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഇത് എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയിലും എൻവയോൺമെന്റിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ എല്ലാം ഫോം ചെയ്തേക്കുന്ന ഓരോരോ മോളിക്യൂൾസ് വെച്ചാണല്ലോ. ഈ മോളിക്യൂളിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പെടുകയും അതിനകത്തോട്ട് ഓക്സിജൻ വന്നിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ എപ്പോഴും നല്ലതാവണം എന്നില്ല. നാച്ചുറലായിട്ട് നടക്കുന്ന എല്ലാം നല്ലതല്ലല്ലോ. അതുപോലെ തന്നെ ഓക്സിഡേഷൻ നല്ലൊരു പ്രോസസ്സ് അല്ല. അപ്പൊ അതിനെ തടയുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. UV റേസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഓക്സിഡൈസ് ആവും. അപ്പൊ അതിനെ തടയാനായിട്ട് നമുക്ക് ആന്റി ഓക്സിഡന്റ് വേണം. നമ്മുടെ ബോഡി മെറ്റബോളിസം വഴി ഒരുപാട് ഓക്സിഡേഷൻ നടത്തും. അത് തടയാനായിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ആന്റി ഓക്സിഡൻസ് ഉണ്ടാക്കും. അതൊക്കെ ഏതാ നമ്മൾ ഇനി അങ്ങോട്ട് പറയും. അപ്പൊ ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ ഓക്സിഡേഷൻ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫൈൻ ലൈൻസും റിങ്കിൾസും അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ എലാസ്റ്റിസിറ്റി ഇല്ലേ, അത് നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഈവൻ ടോൺ അത് നഷ്ടപ്പെടും. പിന്നെ മാത്രമല്ല സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനും ഉള്ള ചാൻസ് അല്ല ഹൈപ്പർ പിഗ്മെന്റേഷനും വരും. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ ഓക്സിഡേഷൻ കാരണം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഇത്രയും തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ആന്റി ഓക്സിഡന്റ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പല ഇൻഗ്രീഡിയന്റ് ആന്റി ഓക്സിഡൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സ്കിൻ കെയറിൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആന്റി ഓക്സിഡൻസ് ഏതൊക്കെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ നമ്മുടെ നയാസിനമൈഡ്, പിന്നെ നമ്മുടെ ഗ്രീൻ ടീ, പിന്നെ നമ്മുടെ റെറ്റിനോള്, റെസവിട്രോൾ, ഗ്ലൂട്ടാത്തയോൺ, സിങ്ക്, ഇതെല്ലാമാണ് നമ്മൾ കോമൺലി സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ആന്റി ഓക്സിഡൻസ്. ഇതിനകത്ത് വിറ്റാമിൻ സി നമ്മൾ എപ്പോഴും പറയാനുള്ള സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിറ്റാമിൻ സി നമ്മളിപ്പോ മോർണിംഗിൽ ആന്റി ഏജിങ്ങിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ പറയാറുണ്ട്. സൺലൈറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു വിറ്റാമിൻ സി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി എങ്ങനെ സൺലൈറ്റിൽ നിന്ന് വിറ്റാമിൻ സി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റാമിൻ സിക്ക് നമ്മുടെ വാലൻസ് ഇലക്ട്രോണിനെ തടഞ്ഞു നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ UV റേസിൽ നിന്ന് വരുന്ന വാലൻസ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടല്ലോ, അതിനെ തടഞ്ഞു നിർത്തി സ്കിന്നിന് ആന്റി ഏജിങ് പ്രോസസ്സ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഒരു ഈ ഒരു ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിലോട്ട് വന്നിട്ട് ചെറിയ സ്പോട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചെറിയ സ്പോട്ടുകൾ മാറ്റാനായിട്ട് നമ്മൾ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. 2 രീതിയിലാണ് വിറ്റാമിൻ സി അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ ഇതിന് ചെറിയ രീതിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ തടയാനുള്ള കഴിവുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വിറ്റാമിൻ സിയുടെ ഏറ്റവും മേജർ റോൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയേണ്ടതാണ് ആന്റി ഓക്സിഡന്റ് എന്നുള്ള ഫംഗ്ഷൻ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിറ്റാമിൻ സി പെട്ടെന്ന് അൺസ്റ്റേബിൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രത്യേകിച്ചും UV റേസ് മാത്രം, ഫ്രീ റാഡിക്കൽസ് മാത്രമല്ലല്ലോ നമ്മളെ UVയിൽ നിന്ന് വരുന്നത്, മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം നമ്മുടെ വിറ്റാമിൻ സി പെട്ടെന്ന് അൺസ്റ്റേബിൾ ആയിപ്പോൾ വാട്ടറിന്റെ പ്രസൻസിൽ പോലും അൺസ്റ്റേബിൾ ആവുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും ആന്റി ഓക്സിഡന്റ് അല്ലാതെ. എങ്ങനെയാണ് ആന്റി ഓക്സിഡന്റ് ഒരു മെയിൻ ഫാക്ടർ ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് സ്കിൻ ബാരിയേഴ്സ്. ഈ സ്കിൻ ബാരിയറിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് വിറ്റാമിൻ ഇക്ക് പറ്റും. രണ്ടാമത്തേന്ന് വെച്ചാൽ, വിറ്റാമിൻ ഇ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീജുവനേറ്റ്, അതായത് റീജുവനേറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, റീജുവനേഷനിൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റ്, റീജുവനേറ്റിംഗ് വേറെ രീതി പറയാം, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് തടയാനായിട്ടും വിറ്റാമിൻ ഇക്ക് പറ്റും. അടുത്ത എന്ന് വെച്ചാൽ, വിറ്റാമിൻ ഇ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റ് ആണ്, ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന സൺബേണുകളിൽ നിന്ന് നമ്മളെ തടയാനായിട്ട്, പിന്നെ നമുക്ക് ഈ സൺ ഡാമേജ് കാരണം ഒരു റെഡിഷ്നെസ് വരത്തില്ല, അതിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സൺ ഡാമേജ് അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോൾ വെയിൽ കാരണം ചൂടെടുക്കുന്ന റൊസേഷ്യ എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അസലിക് ആസിഡിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻ ഇ അടങ്ങിയ സിറംസ്. അടുത്തത് എങ്ങനെയാണ് വിറ്റാമിൻ ഹെൽപ്പ് ചെയ്യണതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ റീജുവനേറ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ റീജുവനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്കിൻ ബ്രേക്ക് ഡൗൺ ആവും, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. ഈ
പ്രത്യേകിച്ചും ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് തടഞ്ഞിട്ട് സ്കിന്നിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് റീജുവനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയ സെല്ലിനെ ഫോർമേഷൻ നടത്താനായിട്ടും വിറ്റാമിൻ ഇ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ വിറ്റാമിൻ സി നമുക്ക് വാട്ടർ സോലിബിൾ ആണെങ്കിൽ വിറ്റാമിൻ ഇ വരുന്നത് ഫാറ്റ് സോലിബിൾ ആണ്, അതായത് കുറച്ച് ഓയിലി ടെക്സ്ചർ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇച്ചിനെസ് ഒക്കെ സ്കിന്നിൽ ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മോയിസ്ചറൈസർ കീപ്പ് ചെയ്യാനായിട്ട് വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യും. എന്നും പറഞ്ഞിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ച് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്താൽ അത് ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം അത് ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിനാണ്, കഴിച്ച് ഡൈജസ്റ്റ് ചെയ്യാനുള്ള വിറ്റാമിനാണ്. നമ്മൾ വിറ്റാമിൻ ഇ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാനുള്ള വിറ്റാമിനാണ്. നമ്മൾ വിറ്റാമിൻ ഒരുപാട് രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ. നമുക്കിപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി കാർബോഹൈഡ്രേറ്റ് ആവുന്നത് പോലെയാണ് വിറ്റാമിൻ ഇ നമ്മുടെ സ്കിന്നിൽ ബ്ലഡ് സ്ട്രീമിലോട്ട് വർക്ക് ചെയ്യുന്നത് കഴിക്കുമ്പോൾ. അതേ വിറ്റാമിൻ ഇ ക്യാപ്സുൽ വാങ്ങിച്ച് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാത്തതും അതുകൊണ്ട്. കാരണം ബ്രേക്ക് ഡൗൺ ആവാനായിട്ടൊന്നുമില്ല, സ്കിന്നിൽ അത് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ആവണം എന്നില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവാൻ ഒരു പെർട്ടിക്കുലർ മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന വിറ്റാമിനിയുടെ മോളിക്കുലർ വെയിറ്റും ഇതും ചിലപ്പോൾ അതായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ വിറ്റാമിൻ എല്ലാവർക്കും വർക്ക് ചെയ്യാത്തത്, ക്യാപ്സ്യൂളിന്റെ ഫോമിൽ വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യാത്തത്. അടുത്ത ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ നയാസിനമൈഡ് അഥവാ വിറ്റാമിൻ B3. നയാസിനമൈഡ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ആർക്കും എപ്പോഴും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഹൈഡ്രേഷൻ കുറവാണെന്ന് വെച്ചാൽ ആ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നയാസിനമൈഡിന് പറ്റും. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി ഒന്ന് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ ഓപ്പൺ പോർസിന്റെ അപ്പിയറൻസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഇതൊരു 12-20 ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഓപ്പൺ പോർസിന്റെ അപ്പിയറൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് നല്ല ഹൈഡ്രേഷൻ സ്കിന്നിൽ വേണമെങ്കിൽ നയാസിനമൈഡ് സെറമോ അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിൽ ഹൈഡ്രേഷനും കിട്ടും. സ്കിന്നിനെ ഒന്ന് കാം ആക്കാനായിട്ടും നമ്മുടെ നയാസിനമൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളത് ഓയിലി ഓപ്പൺ പോസ് ഉള്ള സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ കൂടെ നയാസിനമൈഡ് മോർണിംഗിൽ യൂസ് ചെയ്യും. സാലിസിലിക് ആസിഡ് നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കൂടെ നിങ്ങൾ നയാസിനമൈഡ് സിറം കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിൽ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്തിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ നിയാസിനമൈഡും. ഓയിലി സ്കിന്നിന്റെ ഓപ്പൺ പോസ് കൺട്രോൾ ചെയ്യാനായിട്ടും ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കലിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഗ്ലൈക്കോളിക് ആസിഡ് ഇത് ഒരു നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റുന്ന സാധനമാണ്. നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കാരണം പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട്, ഫ്രീ റാഡിക്കൽസ് കാരണം പിഗ്മെന്റേഷൻ വരില്ല, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ആന്റി ഓക്സിഡന്റ് ആയ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ പിഗ്മെന്റേഷനെ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയും നമുക്ക് നിയാസിനമൈഡ് പല പല ഇൻഗ്രീഡിയൻസിനോട്, അതായത് നമുക്ക് ഈ പറഞ്ഞ വിറ്റാമിൻ സി തൊട്ട് റെറ്റിനോൾ വരെ എല്ലാ ആന്റി ഓക്സിഡന്റോടും മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വിറ്റാമിൻ ബി അഥവാ നയാസിനമൈഡ്. അത് മാത്രമല്ല ഏത് ഇൻഗ്രീഡിയന്റിലൂടെയും ആർക്കും എത്ര സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. നാലാമത്തെ ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ റെറ്റിനോൾ. ആന്റി ഏജിങ്ങിന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി ഏജിങ് ഇൻഗ്രീഡിയന്റ് ഏതാണ്? റെറ്റിനോൾ. കാരണം ഒന്നെന്ന് വെച്ചാൽ ഇത് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ രാത്രി നമ്മുടെ സ്കിൻ ഒന്ന് ഹീലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യും. 2, നമ്മുടെ കൊളാജൻ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓൾറെഡി ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടും റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ റെറ്റിനോൾ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കളയാനായിട്ട് റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇത് വേറൊരു ഫോമിൽ, അതായത് റെറ്റിനോയിൻ എന്നൊക്കെ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷന്റെ ഫോമിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനായിട്ടും റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റെറ്റിനോൾ എപ്പോഴും 25 ഏജിന് എബോ ആയിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ mid-20s മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മളെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിലും റെറ്റിനോൾ ആണ് ഏറ്റവും നന്നായിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ
സ്കിൻ സൈക്കിൾ ഒന്ന് ഫാസ്റ്റ് ആവും. നമ്മളുടെ 20 അല്ലെങ്കിൽ മിഡ് 20s മുന്നേയുള്ള സ്കിൻ സൈക്കിൾ ആയിരിക്കത്തില്ല മിഡ് 20ക്ക് ശേഷമുള്ള സ്കിൻ സൈക്കിൾ. അത് നമ്മൾ ഏജ് അനുസരിച്ചിട്ട് കുറയും. അതുപോലെ തന്നെ നമ്മുടെ കൊളാജനും അതനുസരിച്ച് ബ്രേക്ക് ഡൗൺ. അപ്പൊ ആ ഒരു ബ്രേക്ക് ഡൗൺ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് 25 വയസ്സിന് ശേഷമേ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ. 25-30 വയസ്സിനൊക്കെ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ റെറ്റിനോൾ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആർക്കും ഡൗട്ട് വേണ്ട എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ ചേച്ചി മിഡ് 20s റെറ്റിനോൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള ആന്റി ഓക്സിഡന്റ് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻസ് ഒരിക്കലും റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ബാക്കിയെല്ലാം നമുക്ക് ഫൈൻ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഒരു ആന്റി ഓക്സിഡന്റ്, അതായത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട് വരുന്ന സ്കിൻ വെളുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയന്റ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സത്യത്തിൽ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിൻ കെയറിലോട്ടൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ ഓക്സിഡന്റ് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് തടയാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് കൊടുക്കും. അതിലൊരു ആന്റി ഓക്സിഡന്റ് ആയിരുന്നു ഗ്ലൂട്ടാത്തയോൺ. ഈ ഗ്ലൂട്ടാത്തയോൺ ഓൾറെഡി നമ്മളെ ബോഡി നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കൊടുക്കുന്നത്. വെച്ചാൽ ബോഡിയിൽ ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കുറയുന്ന കാരണം ലിവർ സിറോസിസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കുറയും. അപ്പൊ അവർക്ക് ഇത് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ സ്കിൻ ഒന്ന് ലൈറ്റ് ആവാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോണിന് മെലാനിൻ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നെ ഒന്ന് ഈവൺ ഔട്ട് ആക്കാനായിട്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോണിൽ നിന്നോ അല്ലെങ്കിൽ സ്കിൻ കളറിൽ നിന്നോ നമ്മളെ മാറ്റാനായിട്ട് പോകുന്നില്ല. അത് നമ്മുടെ നാച്ചുറൽ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഈ നാച്ചുറൽ നമ്മൾ സൺടാൻ കാരണം അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാതെ ഡെഡ് സ്കിന്നൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കാരണം ഒരു ഡൾനെസ് വരുമല്ലോ. അപ്പൊ ആ ഡൾനെസ്സിനെയൊക്കെ ഒന്ന് മാറ്റി സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാനായിട്ട് ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ IV ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നാച്ചുറലി തന്നെ ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, സൾഫർ റിച്ച് അടങ്ങിയ ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ വരും. ഇത് വിറ്റാമിൻ സിയെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ് ഗ്ലൂട്ടാത്തയോൺ. പക്ഷേ ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് വിറ്റാമിൻ സി ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ സൺ ഡാമേജിൽ നിന്ന് ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത് വിറ്റാമിൻ സി ആണ് ഗ്ലൂട്ടാത്തയോണിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിലും ഇതൊരു നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. മാത്രമല്ല വിറ്റാമിൻ സിക്ക് ഞാൻ ഗ്ലൂട്ടാത്തയോണിനെ കമ്പയർ ചെയ്യുമ്പോൾ പവർഫുൾ ആണെന്ന് പറയുന്നെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എപ്പോഴും വിറ്റാമിൻ സി ആണ് ഗ്ലൂട്ടാത്തയോണിനേക്കാളും നല്ലതെന്ന് പറയും. കാര്യം ഗ്ലൂട്ടാത്തയോൺ ചെയ്യുന്ന കാര്യം വിറ്റാമിൻ സിക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് സൺ പ്രൊട്ടക്ഷനും കൂടെ നമുക്ക് തരാൻ പറ്റും. അതായത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരുന്നത് തടയാനായിട്ട് വിറ്റാമിൻ സിക്ക് പറ്റും ഗ്ലൂട്ടാത്തയോണിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിറ്റാമിൻ സി കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഈവൻ ടോൺ ഒക്കെ മാറ്റാനായിട്ട് ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡി മോയിസ്ചറൈസറിൽ വാസ്ലിന്റെ ഗ്ലൂട്ടായ ബോഡി മോയിസ്ചറൈസർ ഒക്കെ നല്ല മോയിസ്ചറൈസർ ആണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി ഗ്ലൂട്ടാത്തയോൺ IV എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഞാൻ എടുക്കാറില്ല. അപ്പൊ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത്, ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ മെഡിസിന്റെ അടുത്തോ ഒക്കെ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മെറ്റോളജിസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് പറ്റിപ്പുണ്ട്, അല്ല ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ഡയറക്റ്റ് പോയി അല്ലെങ്കിൽ നല്ലൊരു എസ്തെറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് ഗ്ലൂട്ടാത്തയോൺ IV എടുക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ്. കാരണം കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് ആവും, അപ്പൊ ഈ കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സ് ആണോ എന്നൊരു സംശയം വരും. അല്ല, അപ്പൊ അതൊന്ന് കൺഫേം ചെയ്തിട്ട് കോസ്മെറ്റോളജിസ്റ്റ് ആയ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെടുത്ത് പോയി എടുക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനേക്കാൾ ഞാൻ പറയും ഗ്ലൂട്ടാത്തയോൺ IVയെക്കാളും മൾട്ടി വിറ്റാമിൻ ഇൻഡ്യൂസ്ഡ് IV ഒക്കെ എടുക്കുന്നതാണ് ബോഡിക്ക് മൊത്തത്തിൽ നല്ല. സ്കിൻ വെളുക്കാൻ നമ്മൾ എന്തായാലും IV ആന്റി ഓക്സിഡന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൾട്ടി വിറ്റാമിൻ IV എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിന്റെ കൂടെ ബാക്കി ബോഡി പാർട്സിനും കൂടി ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ട് മാറും. അതുകൊണ്ടാണ്. അടുത്ത പറയാൻ പോകുന്ന ഒരു പാവം സിങ്കിനെ പറ്റിയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ സിങ്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള ഒരു ഭയങ്കര ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ നമുക്ക് സൺസ്ക്രീനിൽ വെച്ചിട്ട് വരുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ സിങ്ക് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അത് മാത്രമല്ല സിങ്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യും, ഹീലിംഗ് പ്രോസസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സ്കിന്നെ ഹീൽ ചെയ്യാനായിട്ടും സിങ്ക് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കുഞ്ഞാവക്ക് ഡൈപ്പർ റാഷസ് വരത്തില്ലേ, അത് വരുമ്പോൾ അവർക്ക് ഇടുന്ന ആ ഒരു
ക്രീം ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞാവൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും കുഞ്ഞാവ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് കാണും സിങ്ക്. ഇപ്പൊ എൻ്റെ അടുത്തുണ്ട് ഫിക്സ്ഡ് ഡെർമയുടെ ഒരെണ്ണം, ഞാൻ കാണിച്ചു തരാം. ഇത് ഫിക്സ്ഡ് ഡെർമയുടെ ഡയപ്പർ ക്രീം ആണ്. ഇതിനകത്ത് സിങ്ക് ഉണ്ട്. ഇത് നമുക്ക് റാഷസ്, ഇപ്പൊ നമുക്ക് ഫേസിലൊക്കെ എന്തെങ്കിലും റാഷസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കൈക്ക് ഒരുപാട് ചൊറിച്ചിലൊക്കെ വരുന്നെങ്കിൽ ഈ ഇങ്ങനത്തെ ഈ ഒരു സിങ്ക് അടങ്ങിയ ആന്റി ക്രീംസ് നമ്മൾ ഇടുകയാണെങ്കിൽ ഹീലിംഗ് ഒന്ന് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ തന്നെ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സിങ്ക് ഹെൽപ്പ് ചെയ്യുന്ന. ഇതൊരിക്കലും നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത് ചെയ്യത്തില്ല. പ്യുവർ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ സിങ്ക് നമുക്ക് തരുന്നത്. പ്രൊട്ടക്ഷനും ഹീലിംഗും മാത്രമാണ് സിങ്ക് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് നമുക്ക് തരുന്നത്. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിങ്ക് എന്ന് വെച്ചാൽ ഒരു മിനറൽ ആണ്. ഇതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ ഫിൽറ്റർ ആണ്, ഫിസിക്കൽ ഫിൽറ്റർ ആണ് സിങ്ക്. എങ്ങും പോകണ്ട. പണ്ട് നമ്മൾ ക്രിക്കറ്റ് എളുപ്പമാണ്, ഇപ്പൊ ഇൻവിസിബിൾ സൺസ്ക്രീൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഋഷഭ് പന്തിന്റെ ഒക്കെ പരസ്യങ്ങൾ കാണാറില്ലേ? ഇനി പണ്ട് നമ്മൾ കാണാം, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തിന് ടൂത്ത് പേസ്റ്റ് ഒരു വൈറ്റ് സാധനം ഇട്ടിട്ടിരിക്കും. അത് മിമിക് ചെയ്യാനായിട്ട് നമ്മൾ സെയിം സാധനം ഇടും. നമ്മൾ ഇന്ത്യൻ ദാദയൊക്കെ പോകുമ്പോൾ അവരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇടും. കാരണം ക്യാപ്പ് വന്നിട്ട് കവർ ചെയ്യുമ്പോൾ അല്ലാതെ എക്സ്പോസ് ആവുന്ന സ്ഥലങ്ങളിൽ എവരും ഇങ്ങനെ വൈറ്റ് കളർ സാധനം ഇട്ടിട്ട് നിൽക്കും. അന്ന് നമ്മൾ ടൂത്ത് പേസ്റ്റ് ആണ് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് ആക്ച്വലി സിങ്ക് ഓക്സൈഡ്സ് ആണ് അവർ ഇടുന്നത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതെന്തായാലും ഒരു ക്യാൻസറസ് സാധനം അല്ല. അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ പോലും സിങ്ക് ഓക്സൈഡ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇനി പഠിക്കാൻ നടക്കാതിരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ സൺസ്ക്രീനിന്റെ ഫോമിലോ അതല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിന്റെ ഫോമിലോ ആന്റി ഓക്സിഡായ സിങ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാരണം സേഫ് അല്ലാത്തൊരു സാധനം നമ്മൾ കുഞ്ഞാവർക്ക് കൊടുക്കാറില്ല, അവരുടെ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ പ്രത്യേകിച്ചും FDA അപ്രൂവ് ആയിട്ട് വരാറില്ല. അപ്പൊ സിങ്ക് ഓക്സൈഡ് നല്ലൊരു ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് ചാപ്പ് ലിക്വിഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം ഇടുക. നമ്മുടെ വാസ്ലിനൊന്നുമല്ല, നമ്മുടെ ഫിക്സ്ഡ് ഡെർമയുടെ ലിപ് ബാമോ അതല്ലെങ്കിൽ വാസ്ലിന്റെ ലിപ് ബാംസ് ഇല്ലേ അതോ, അതല്ലെങ്കിൽ നമ്മുടെ ഹൈഫന്റെ ലിപ് ബാമോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ അക്വലോജിക്കയുടെ ലിപ് മാസ്കോ ലെനൈറ്റിന്റെ ഏതെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ലിപ് മാസ്ക് ഇടുക. അതിൻ്റെ മുകളിൽ ഈ ഒരു റാഷ് ക്രീം ഇടുക. പിന്നെ രാത്രി കിടക്കുമ്പോഴത്തേക്ക് ഈ റാഷ് ക്രീം ഒന്ന് ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കിടന്നാൽ നിങ്ങൾ വിചാരിക്കും ഇതിനകത്തോട്ട് പറ്റി പോകത്തില്ല എന്ന് വെച്ചാൽ ഇല്ല, പറ്റത്തില്ല. ഒന്ന് ഇട്ടൊരു ഒരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇതൊരു മാസ്ക് കണക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഹീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ആവാനായിട്ടും സ്കിന്നിന് ഒരു ഇന്നർ ഗ്ലോ തരാനായിട്ടും ഈ സംഭവം ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അടുത്ത ഒരു ആന്റി ഓക്സിഡന്റ് ആണ് റെസവിട്രോൾ. ഇതിനെപ്പറ്റി നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, കാരണം അധികം അങ്ങോട്ട് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ഗ്രേപ്സിൽ നിന്ന്, റെഡ് ഗ്രേപ്സിൽ നിന്ന്, വൈൻ ഉണ്ടാക്കുന്ന ഗ്രേപ്സിലെ അതിൽ നിന്ന്, അതല്ലെങ്കിൽ നമ്മുടെ സ്ട്രോബെറീസ്, ബ്ലൂബെറി, സ്ട്രോബെറി, ഇതിൽ നിന്നൊക്കെയാണ് ഈ സംഭവം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയത്തില്ലേ ഈ വൈൻ കുറച്ച് കുടിക്കുന്നത് നല്ലതാണ്, നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറയുന്ന പോലെ. അപ്പൊ കാരണം അതിനകത്ത് ഈ റെസവിട്രോൾ ഉള്ളതുകൊണ്ടാണ് ബോഡിക്ക് ഒരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് വൈൻ. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ വൈനൊക്കെ നന്നായിട്ട് കുടിക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഡെയിലി വൈൻ ആവശ്യത്തിൽ കൂടുതൽ വൈൻ കുടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഒരു മാനേജബിൾ എമൗണ്ടിൽ വല്ലപ്പോഴും ഒക്കേഷണലി വൈൻ കുടിക്കുന്നത് ഹെൽത്തിയാണ് മറ്റുള്ള ഒരു ആൽക്കഹോളിക് കണ്ടന്റിനേക്കാളും. പിന്നെ ആന്റി ഓക്സിഡന്റ് കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനും ഉണ്ട് റെസവിട്രോളിന്. അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജോ അതല്ലെങ്കിൽ റെഡ്നിഷ്നെസ്സോ ഒരു ഇൻഫ്ലമേഷൻ, ബ്ലഡ് വെസൽസിന് വന്നിട്ടൊരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് തടയാനായിട്ട് നമ്മുടെ റെസവിട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഒന്നുമില്ല, ഹൈഡ്രേഷൻ, പിന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് സ്മൂത്ത് ഔട്ട് ചെയ്ത് വിടും. ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ബെനിഫിറ്റുകളായിട്ടാണ് റെസവിട്രോൾ നമ്മുടെ സ്കിൻ കെയറിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എലോൺ ആയിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവ് ഉണ്ടാവില്ല. പക്ഷെ മറ്റൊരു ആന്റി ഓക്സിഡന്റ് വർക്ക് ചെയ്യുമ്പോൾ 1+1 ആകുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ പറയുന്നത്. ആന്റി ഓക്സിഡന്റ് കൂടെ എല്ലാ ആന്റി ഓക്സിഡന്റ് കൂടെ ഏതെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് കൂടെ റെസവിട്രോളും കൂടെ യൂസ് ചെയ്യുന്നെങ്കിൽ അതൊരു വേറൊരു മാജിക് തന്നെ കീപ്പ് ചെയ്യും. ഗ്രീൻ ടീ നമുക്കറിയാം, നമ്മളിപ്പോൾ രാവിലെ നമ്മൾ സ്കിൻ ബോഡി ഹൈഡ്രേറ്റ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ ചായക്ക് പകരം ഗ്രീൻ ടീ കുടിക്കാറുണ്ടല്ലേ. അതിനെ സംബന്ധിച്ചാൽ അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഗ്രീൻ ടീ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് സ്മൂത്ത് ആക്കാനും കാം ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിൽ നിന്ന് നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരുന്നത് തടയാനായിട്ട് ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും. ഈവൻ ദോ സ്കിൻ കെയർ റെസവിട്രോൾ പോലെ തന്നെ ഡയറക്റ്റ് ഗ്രീൻ ടീ മാത്രം വർക്ക് ചെയ്യത്തില്ല, വേറൊരു ആന്റി ഓക്സിഡന്റിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കുള്ള സെൻസിറ്റീവ് അല്ലെങ്കിൽ റൊസേഷ്യ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ഗ്രീൻ ടീ മാത്രമായിട്ടെങ്കിലും ഒരു ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്യും. നിയാസിനമിന് ഗ്രീൻ ടീയും കൂടെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം
രണ്ട് ആന്റി ഓക്സിഡൻസ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പവർഫുൾ ആയിട്ടുള്ള വിറ്റാമിൻ സി, റെറ്റിനോളോ ഒന്നും ഈ റൊസേഷ്യ സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് വിത്ത് നിയാസിനമൈഡ് കൂടെ ആണെങ്കിൽ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സ്കിൻ കെയറിൽ മെയിൻലി യൂസ് ചെയ്യാറുള്ള ആന്റി ഓക്സിഡന്റുകളെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ വീഡിയോ മൊത്തം കണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇങ്ങനെ ഇതുപോലത്തെ എന്തെങ്കിലും സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ Q&A അത് തീർക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ നമുക്കത് തീർക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് എങ്കിലും ഉണ്ടാക്കും. ആരുടെയും ക്വസ്റ്റ്യൻസ് മിസ്സാക്കാറില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.